അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. തന്റെ വിധി ഭരണഘടനയുടെ കൈകളിലാണെന്നും സ്വീകരിക്കാനായി ആരും വിമാനത്താവളത്തിൽ വരേണ്ടതില്ലെന്നും അഭിജിത്ത് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. सब आप लोगों से अपील करता हूं कि मैं एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन जाऊंगा, तो तब तक आप सभी लोग पार्लियामेंट स्ट्रीट पुलिस स्टेशन ही आइए, एयरपोर्ट पर मत आइए, बिकॉज वी डोंट वांट टू क्रिएट एनी काइंड ऑफ प्रॉब्लम टू द पीपल. तो हमें इस चीज का भी ध्यान रखना है कि हमारी वजह से किसी को दिक्कत नहीं होनी चाहिए. मैं खुद एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन आऊंगा और फिर आप लोग भी वहीं पर आइए और फिर हम वहां से परमिशन लेकर जंतर मंतर पर अपना प्रोटेस्ट एकदम शांतिपूर्ण और एकदम कॉन्स्टिट्यूशन के अकॉर्डिंग ही करेंगे. सो प्लीज आप सब इस चीज का जरूर ध्यान रखिए. അഭിജിത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയമൊക്കെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, എപ്പോഴാണ് അദ്ദേഹം ഡൽഹി എയർപോർട്ടിലെത്തുക? അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകൾ ആരും എത്തേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിലെ പ്രാധാന്യം ഇത് തന്നെയാണോ? ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള കാര്യം തന്നെയാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധമാണ് നാളെ ജന്തർ മന്ദറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെയാണ്. അഭിജിത് ദീപ്കെ നാളെ രാവിലെ 8 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങും. അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നു. ഏതാനും നിമിഷം മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ട്വീറ്റിൽ അദ്ദേഹം അറിയിക്കുന്നത് താൻ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനി തൻ്റെ ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ കൈകളിലാണ് എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ CJP വക്താക്കൾ അറിയിച്ചതനുസരിച്ച് 8 മണിക്ക് അഭിജിത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ആളുകൾ കൂട്ടമായി തന്നെ അവിടെ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക, അവിടെ എത്തി പോലീസിനോട് ഈ പ്രതിഷേധത്തിനായി അനുമതി തേടുക എന്നുള്ളതാണ്. എന്നാൽ അഭിജിത്ത് അറിയിക്കുന്നത് ആരും തന്നെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തേണ്ടതില്ല. അത്തരത്തിൽ ആൾക്കൂട്ടം എത്തുമ്പോൾ അത് മറ്റ് യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടികൾ ഒഴിവാക്കി എല്ലാവരും നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകുമോ ഇല്ലയോ എന്നുള്ളത് നിർണായകമാകും. അനുമതി നൽകിയാലും ഇല്ലെങ്കിലും പ്രതിഷേധം നടത്തും എന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ 7 ദിവസം മുമ്പെങ്കിലും അനുമതി തേടേണ്ടതുണ്ട്. കൂടാതെ എത്ര പേർ പങ്കെടുക്കുമെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതിഷേധം നടത്താമെന്നുമുള്ള രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. ഈ ഒരു പരിപാടിയിൽ എത്ര പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർക്ക് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഈ പരിപാടിയിലേക്ക് SFI പ്രതിനിധി പങ്കെടുക്കുമെന്ന് SFI അറിയിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഐസ പൂർണ്ണ പിന്തുണ ഈ ഒരു പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ആരെല്ലാം ഏതെല്ലാം പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. രാജ്യം ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അതേസമയം അഭിജിത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടെങ്കിലും അത്തരത്തിലുള്ള യാതൊരു സ്ഥിരീകരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതായുള്ള വിവരങ്ങളോ അധികൃതർ ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.